ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന സന്ദേശങ്ങൾ, വെളിപ്പാടുകൾ, പ്രവചനങ്ങൾ എല്ലാം എല്ലാവരോടും പറയരുത്. ഹല്ലേലൂയ. എല്ലാം എല്ലാവരോടും പറയരുത്. ആവശ്യമുള്ളത് വളരെ അത്യാവശ്യം. കർത്താവിൻ്റെ ആത്മാവ് ഇവിടെ ചോദിച്ചിട്ട് പറയേണ്ടത് മാത്രം പറയുക, അല്ലാത്തത് മിണ്ടുവാനായിട്ട് പാടില്ല. ഹല്ലേലൂയ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ മറച്ചു വയ്ക്കേണ്ടത്, രഹസ്യമായിട്ടിരിക്കേണ്ടത് അങ്ങനെ തന്നെ ഇരിക്കണം. അത് മറ്റുള്ളവരോട് പറഞ്ഞ് പരസ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഉണ്ടോ? പറയുന്നേ പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇതൊരു വലിയൊരു ആത്മീയ പാഠം ഈ വചനഭാഗത്തോട് തരികയാണ് കർത്താവ്. ഇവിടെ യൂദയായിൽ നിന്ന് പ്രവാചകൻ അവസാനം ദൈവത്തെ അനുസരിക്കായിരുന്നു, മരണത്തിൽ ജീവിതം അവസാനിക്കുക. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും നമ്മുടെ ബുദ്ധിയും വിവേകവും ജ്ഞാനവും ഒക്കെ ഉപയോഗിച്ച് വേണം സംസാരിക്കുവാനും ഇടപെടുവാനും മുൻപോട്ട് ജീവിക്കുവാനും. പ്രത്യേകിച്ച് ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ ശരിക്കും ജ്ഞാനം ഉപയോഗിക്കണം. ആത്മീയ മനുഷ്യർ ശരിക്കും ദൈവം ഒരു പ്രവചനം അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ തന്നാൽ അത് കൃത്യമാണോ, അത് പറയേണ്ടതാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ ആരോ എനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. നിങ്ങൾ കണ്ടുവന്നിരിക്കുക 2 ദിവസമായിട്ടുള്ള ആ വീഡിയോ വന്നിട്ട്, നമുക്കറിയാം നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ, കേട്ടിട്ടുണ്ടോ? ബാലകൃഷ്ണയുടെ മോൻ ഗണേഷ് കുമാർ. ഇപ്പം അദ്ദേഹം കൊട്ടാരക്കര ഒരു പാസ്റ്ററിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. അദ്ദേഹം 13 വർഷം മുൻപ് അവിടെ പോയി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ കണ്ട ഒരു 2 മിനിറ്റ് വീഡിയോയ്ക്കകത്ത് ഞാൻ അത് കേട്ടു. എനിക്ക് അയച്ചു തന്നാണ്. 2 ദിവസം മുമ്പ് ആ സമൂഹത്തിൻ്റെ അവരുടെ ഒരു കൂട്ടായ്മയിൽ ഇദ്ദേഹമായിരുന്നു എൻ്റെ ഉദ്ഘാടനം എന്തോ അവിടെ ചെന്നു. അപ്പോൾ അവിടുത്തെ ആ സഭയുടെ പാസ്റ്റർ സ്റ്റേജിലിരിപ്പുണ്ട്. അപ്പം മന്ത്രി ഗണേഷ് കുമാർ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. 13 വർഷം മുൻപ് എൻ്റെ അമ്മ എനിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഈ ഇരിക്കുന്ന പാസ്റ്ററിൻ്റെ പേര് പറയുന്നുണ്ട്. ഈ പാസ്റ്റർ അമ്മ എനിക്ക് നൽകിയ സമ്മാനമാണ്. അമ്മ ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നൊരു വ്യക്തിയാണ്. ഗണേഷ് കുമാറിൻ്റെ അമ്മ യേശുവിനെ വിശ്വസിച്ചിരുന്ന അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പറയുകയാണ്, 13 വർഷം മുമ്പ് മനസ്സമാധാനമില്ലാതെ മനസ്സമാധാനം തേടി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അദ്ദേഹം അതൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം പറയുകയാണ്. അന്ന് ഒരിക്കലും പാസ്റ്റർ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊരു മെസ്സേജ് ഇതാണ്, ഒരു ടൊയോട്ട കാറ് ഇങ്ങനെ കാണുന്നു. ഉണ്ടെങ്കിൽ ഗണേഷ് കുമാറിൻ്റെ സാക്ഷ്യം പറയുക. പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് കാർ എടുക്കാനോ ഉദ്ദേശമൊന്നുമില്ല, എനിക്ക് ഓൾറെഡി കാറുണ്ട്, മറ്റു ഒരു പ്ലാനും ഒന്നുമില്ല. പാസ്റ്റർ പറഞ്ഞു, അങ്ങനെ ഒരു കാറ് കർത്താവ് തരുന്നാണ്ട് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തുടർന്ന് സാക്ഷ്യത്തിൽ പറയുകയാണ്, ഗണേഷ് കുമാർ വീട്ടിൽ ചെന്നപ്പോൾ ബാലകൃഷ്ണപിള്ള അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയം വീട്ടിൽ ചെന്നപ്പോൾ വർത്തമാനം പറഞ്ഞപ്പോൾ അച്ഛൻ പറയുകയാണ്, മോനോട് പറയുക, മോനെ എനിക്ക് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വണ്ടിയൊക്കെ നമ്മുടെ മുറ്റത്ത് കിടപ്പുണ്ട്, പോകാനും വരാനൊക്കെ, പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് ഒരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹം. അപ്പൻ മോനോട് പറയുക, അപ്പോൾ ഏതെങ്കിലും 2-3 കമ്പനിയുടെ വണ്ടി കൊണ്ടുവരാൻ പറയാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു പറഞ്ഞു, മാരുതി, ടൊയോട്ട, വേറെ ഏതോ കമ്പനി 3 കമ്പനിയുടെ വണ്ടി വന്നു. ഉടനെ അച്ഛൻ ആ 3 വണ്ടി നോക്കിയിട്ട് പറഞ്ഞു, ടൊയോട്ടയുടെ ഈ വണ്ടി എനിക്കെടുത്താൽ മതി, അത് നമുക്കെടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൻ മോനോട് പറയുക, ഈ വണ്ടി ഇത് നിൻ്റെ പേരിലാണ് ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത്, ഇത് നിനക്കുള്ള വണ്ടിയാണ്. ഹല്ലേലൂയ. അവിടുന്ന് പാസ്റ്റർ പറഞ്ഞെന്താ, ഒരു ടൊയോട്ട വണ്ടി കർത്താവ് തരുന്നു, ഒരു ടൊയോട്ട വണ്ടി കർത്താവ് തരുന്നു. ആ സാക്ഷ്യം ഇന്നലെ ഞാൻ കേട്ടു, എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് ആ സാക്ഷ്യം. അദ്ദേഹം സാക്ഷ്യം പറയുകയാണ്, അച്ഛൻ ആ വണ്ടി മേടിച്ചു, എൻ്റെ പേരിൽ എഴുതി തന്നിട്ട് പറയണേ, എൻ്റെ 18ാമത്തെ വയസ്സിൽ അച്ഛൻ എനിക്കൊരു വണ്ടി മേടിച്ചു തന്നിരുന്നു. ഇത് അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു വണ്ടി മേടിച്ചു തന്നു, ടൊയോട്ട വണ്ടി. പാസ്റ്റർ പറഞ്ഞു, ടൊയോട്ട വണ്ടി കിട്ടുന്നു. കണ്ടോ, ഇത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വെളിപ്പെടുത്തലാണ്. ഞാൻ പറഞ്ഞത്, ഇതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായിട്ട് മെസ്സേജുകൾ, സന്ദേശങ്ങൾ നമുക്ക് നൽകും. പ്രവചനങ്ങളും വെളിപ്പാടുകളൊക്കെ കർത്താവ് തരും. പക്ഷേ എല്ലാ പ്രവചനങ്ങളും എല്ലാ വെളിപ്പെടുത്തലുകളും നമ്മൾ വിളിച്ചു പറയുവാനായിട്ട് പാടില്ല. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളോടും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. ഉറപ്പാ,
നിങ്ങളോട് ആത്മാവ് സംസാരിക്കും. പ്രാർത്ഥനയിൽ വളരുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണം, നമ്മളത് വിശ്വസിക്കണം. ഇനി ദൈവത്തിൻ്റെ ആത്മാവാണോ ഇത് വെളിപ്പെടുത്തി തന്നത് എന്ന് നമ്മൾ വിവേചിച്ച് അറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഏതാനും വർഷം മുൻപ് ഒരു ദിവസം ഞാനിങ്ങനെ ടീമിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ടീമിലുള്ള ഒരു സഹോദരൻ, അവന് ചെറുപ്പക്കാരനാണ്, നമ്മൾ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ കല്യാണം കഴിച്ചപ്പോൾ 3 കുഞ്ഞുങ്ങളായി, 3 പെൺപിള്ളേർ. നല്ല ചെറുപ്പക്കാരനാണ്. അവന് കുറേ 5-6 വർഷം എൻ്റെ ടീമിൽ സജീവമായിട്ട് ഉണ്ടായിരുന്നു. അവന് എൻ്റെ അടുക്കൽ ഒരു ദിവസം എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, അവൻ്റെ അച്ചായൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. എനിക്കവരെയൊക്കെ അറിയാം. അവരെല്ലാവരും നമ്മുടെ ധ്യാനം കൂടി ഉണ്ടാകും. അവൻ്റെ അപ്പനെയും അമ്മയും എല്ലാവരും മുഴുവൻ പേരെയും എനിക്കറിയാം. അപ്പം അവൻ പറഞ്ഞു, അച്ചായനെ 4-5 ദിവസമായിട്ട് കാണുന്നില്ല, വീട്ടിൽ നിന്ന് പോയതാണ്, എവിടെ പോയതാണെന്ന് അറിയത്തില്ല, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ ഇങ്ങനെ കാണിക്കേണ്ട ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു കുഴി എന്നെ കർത്താവിനെ കാണിക്കുക. എന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൂടി പറയുകയാണ്, ആള് ആത്മഹത്യ ചെയ്തു. കർത്താവിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, ഒരു ഇരുട്ട് നിറഞ്ഞ വലിയൊരു കുഴി ഇങ്ങനെ കാണിക്കുക. ഇത് കർത്താവിൻ്റെ ആത്മ പറയുക, ആള് ആത്മഹത്യ ചെയ്തു. ഞാൻ പറഞ്ഞു, എത്രയും വേഗം പോലീസിലെ കേസ് കൊടുക്കാൻ പറഞ്ഞു, എന്നിട്ട് അന്വേഷിക്കട്ടെന്ന് പറഞ്ഞു. ഈ സംഭവം ആത്മഹത്യ എന്നുള്ള കാര്യം ഇവനോട് ഞാൻ പറഞ്ഞില്ല. എത്രയും വേഗം പോലീസിൽ കേസ് കൊടുക്കാൻ പറഞ്ഞു. പോയി പോലീസിൽ കേസ് കൊടുത്തു, അന്വേഷണം ആരംഭിച്ചു. ആൾ പോയി 3 ദിവസം കഴിഞ്ഞാണ്, അതുവരെ ഇവരെ അന്വേഷിക്കാമെന്നൊക്കെ അന്വേഷിച്ചതാണ്. പോലീസ് കേസ് കൊടുത്തു, അങ്ങനെ അന്വേഷണം ആരംഭിച്ചു. അവരുടെ അടുത്ത് ആ ഭാഗത്തൊക്കെ വനമുണ്ട്. അവസാനം കണ്ടുപിടിക്കുന്നു. വനത്തിൽ ഒരാഴ്ച കഴിഞ്ഞാണ് ബോഡി കാണുന്നത്. മൃതശരീരമൊക്കെ ഇങ്ങനെ അഴുകി അടർന്ന് വീണ് തൂങ്ങിക്കിടക്കാണ്. ഇട്ട് കിടക്കുന്ന ഷർട്ട്, കഴുത്ത കിടക്കുന്ന കൊന്ത കണ്ടാണ് ഇവർ തിരിച്ചറിയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് എന്ന മെസ്സേജ് ആത്മഹത്യ എന്നുള്ള മെസ്സേജായിരുന്നു. ഞാൻ പറഞ്ഞത് കൃത്യമായ മെസ്സേജാണ്. അപ്പം ഇവനോട് ഞാൻ പറഞ്ഞില്ല ആത്മഹത്യ അവനോട് ഒരു വിഷമാണെന്ന് വെച്ച് ഞാൻ അവനോട് പറഞ്ഞില്ല. അപ്പം എൻ്റെ കൂടെയുള്ളവരോട് അവനെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കൂടെയുള്ളവരോട് ഞാൻ ആത്മഹത്യ ചെയ്തു, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാനിത് പറഞ്ഞത്, ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായിട്ട് സംസാരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചനങ്ങളും വെളിപാടുകളും സന്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന വെളിപ്പാടുകൾ, അവർ ദൈവം വ്യക്തിപരമായിട്ട് നൽകുന്ന നിർദ്ദേശങ്ങൾ, അത് നമ്മൾ വിളിച്ചു പറയാനായിട്ട് പാടില്ല. ഇവിടെ ഈ യൂദയായിൽ നിന്ന് വന്ന പ്രവാചകന് ദൈവം കൊടുത്ത ആ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അവസാനം അബദ്ധം വരുത്. ആണോ? ഉണ്ട്. അവസാനം കെടിയിലായി, അവസാനം ജീവൻ വരെ പോയി. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ആത്മീയ ജീവിതത്തിൽ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ആരിലൂടെയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി വ്യക്തമായ ദൈവിക വെളിപ്പാടുകൾ, സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് രഹസ്യമായിട്ട് സൂക്ഷിക്കുക. പ്രത്യേകിച്ച് അഭിവൃദ്ധിയെക്കുറിച്ച്, ഉയർച്ചയെക്കുറിച്ച്, അനുഗ്രഹത്തെക്കുറിച്ചൊക്കെ മെസ്സേജുകൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 12-13 വചനങ്ങൾ ഇവിടെ എസെക്കിയേൽ പ്രവചിക്കാൻ തുടങ്ങിയ എൻ്റെ 5-ാം വചനം കൂടി ഞാൻ വായിക്കുന്നു. മനുഷ്യപുത്ര, അവർക്കെതിരായി പ്രവചിക്കുക. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്ന് എന്നോട് കൽപ്പിച്ചു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്ന് എന്നോട് കൽപ്പിച്ചു. കർത്താവ് അരുളിച്ചെയ്യുന്നുവെന്ന് പറയുക, ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നു, നിങ്ങളുടെ മനസ്സിലുദിക്കുന്നതെല്ലാം ഞാൻ അറിയുന്നു. നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നു, നിങ്ങളുടെ മനസ്സിലുദിക്കുന്നതെല്ലാം ഞാൻ അറിയുന്നു. ഇനി പ്രവാചകൻ പ്രവചിക്കുകയാണ്. അടുത്ത വചനം 12-13.
ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചില്ല, എൻ്റെ നിയമങ്ങൾ പാലിച്ചില്ല, നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകളുടെ പ്രമാണങ്ങൾ അനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിച്ചത്. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബെനായയുടെ പുത്രനായ പെലാത്തിയ മരിച്ചു വീണു. ഇവിടെ എസെക്കിയേൽ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബെനായയുടെ പുത്രനായ പെലാത്തിയ മരിച്ചു വീണു. ഞാൻ കമിഴ്ന്നു വീണ് ഉച്ചത്തിൽ നിലവിളിച്ചു, ദൈവമായ കർത്താവേ, ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ അങ്ങ് പൂർണ്ണമായി നശിപ്പിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രവചനങ്ങളും ദർശനങ്ങളും വെളിപാടുകളും സന്ദേശങ്ങളും ഇന്നുമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായിട്ട് പ്രാർത്ഥനയിൽ നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് ഒന്ന് കരമെത്തി പിടിച്ച് നന്നായിട്ടൊന്ന് സ്തുതിക്കുക. ഭാഷാവരമുള്ളവർ ഭാഷാവരത്തിലൊക്കെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അധരങ്ങൾ തുറക്കുക, സ്വരമുയർത്തി. മടുപ്പും ക്ഷീണമൊക്കെ വിട്ടുമാറട്ടെ. മനസ്സിൻ്റെ തളർച്ച വിട്ടുമാറട്ടെ. മനസ്സ് ശക്തി പ്രാപിക്കട്ടെ. നെഗറ്റീവ് ചിന്തകൾ വിട്ടുമാറട്ടെ. എതിർ ചിന്തകൾ വിട്ടുമാറട്ടെ. പരാജയ ചിന്തകൾ വിട്ടുമാറട്ടെ. അനുഗ്രഹത്തിൻ്റെ ചിന്ത നിറയട്ടെ. അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ഉൽപ്പത്തി പുസ്തകത്തിൽ 37-ാമത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം. നമുക്കറിയാം, ദൈവം വ്യത്യസ്തമായ വിധത്തിലാണ് സംസാരിക്കുന്നത്. പ്രവചനങ്ങൾ, ദർശനങ്ങൾ, വെളിപാടുകൾ, സന്ദേശങ്ങൾ. സ്വപ്നത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. സ്വപ്നത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. ഔസേപ്പിതാവിന് സ്വപ്നത്തിലൂടെയാ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപാടുകൾ നൽകി അനുഗ്രഹിച്ചത്. സ്വപ്നത്തിലൂടെ. സ്വപ്നത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കണം, ഒരിക്കൽ ഏതാനും വർഷം മുൻപ് ഞാനൊരു സ്വപ്നം ഇങ്ങനെ കാണുക. സ്വപ്നം ഇതാണ്: നായിക്കമ്മൽ വെച്ചനും ഞാനോട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അച്ഛന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതാണ് സ്വപ്നം. അത് കഴിഞ്ഞ് എനിക്കൊന്നൊരു 2 ആഴ്ച കഴിഞ്ഞ് കാണും, ഡിവൈനിൽ ഒരു പ്രോഗ്രാമിന് എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴേ അച്ഛന് അവിടെ വന്നു. അച്ഛൻ വന്നിട്ട് പറയുക, നിൻ്റെ ശുശ്രൂഷ കഴിയുവോളം ഞാൻ സ്റ്റേജിലുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരുന്ന് പരസ്പരം ഇരുന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാനിങ്ങനൊരു സ്വപ്നം കണ്ടായിരുന്നു, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അച്ഛനോട് സംസാരിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. എൻ്റെ തലയിലൊക്കെ വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു. ആ 2 മണിക്കൂർ ശുശ്രൂഷ തീരുവോളം അച്ഛൻ ആ സ്റ്റേജിൽ അവിടെ നിന്ന് വചന ശുശ്രൂഷ, ഹീലിംഗ് പ്രയർ എല്ലാം അച്ഛൻ കണ്ടു. പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് അച്ഛൻ പോയത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം. അപ്പോൾ അതിനൊരു 1 ആഴ്ച മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടു. 2 ആഴ്ച മുമ്പേ സ്വപ്നം കാണുകയാണ് അച്ഛനുമായിട്ടിരുന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ സ്വപ്നത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സന്ദേശങ്ങൾ നമുക്ക് തരും. ഹല്ലേലൂയ. അത് നിങ്ങൾ കാണുന്ന ചില സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകും. യൗസേപ്പിതാവിന് സ്വപ്നത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുക. സ്വപ്ന സന്ദേശം. ഇനി സ്വപ്നവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സന്ദേശമാണ് ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറേ കൂടെ ഗൗരവമായിട്ട് ആഴത്തിൽ മനസ്സിലാകും. ഇവിടെ യാക്കോബിൻ്റെ 12 മക്കളിൽ ഇളയവനായ ജോസഫ് ഒരു സ്വപ്നം കണ്ടു. എന്തായിരുന്നു ആ സ്വപ്നം? മനോഹരമായ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഇതായിരുന്നു:
ജോസഫിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. അവനത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു. ജോസഫ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം സ്വന്തം സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ അതുകൊണ്ട് കാണുന്ന എല്ലാ സ്വപ്നങ്ങളും ദൈവിക വെളിപ്പാടുകളും സ്വന്തം സഹോദരങ്ങളോട് പോലും പറയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എല്ലാവരും പറയാനുള്ളതല്ല, അത് നിനക്ക് വേണ്ടി തരുന്നത്. ഇവിടെ ജോസഫിന് വീണ്ടും അബദ്ധം പറ്റുക. അവനെ അവർ കൂടുതൽ വെറുത്തു. അവൻ അവരോട് പറഞ്ഞു, എനിക്കുണ്ടായ സ്വപ്നം കേൾക്കുക. നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴിതാ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എൻ്റെ കറ്റയെ താണു വണങ്ങി. അവർ ചോദിച്ചു, നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ? നീ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്നാണോ? അവൻ്റെ സ്വപ്നവും വാക്കുകളും കാരണം അവർ അവനെ അത്യധികം ദേഷിച്ചു. ഒരു സ്വപ്നം പറഞ്ഞതേ ഉള്ളൂ. അതായത് ഒരു കറ്റയെ വന്ന് ബാക്കി 11 കറ്റകൾ കുമ്പിടുന്നു, നമസ്കരിക്കുന്നു. ഈ സ്വപ്നം കേട്ടപ്പോൾ ജോസഫിൻ്റെ സഹോദരന്മാർ ചോദിച്ചു, നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ ഇതിൻ്റെ അർത്ഥം? അവരെല്ലാവരും അവനെ ഒത്തിരി സ്നേഹിച്ചു. ആണോ? ഒത്തിരി ദേഷിച്ചു. അവിടെ അടുത്ത വാക്ക് ആദ്യം നമ്മൾ കണ്ടു, അവനെ വെറുത്തു. ജോസഫിന് വലിയ ഒരു ഉയർച്ച ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കത്തോലിക്ക കുടുംബങ്ങളിൽ സഹോദരി സഹോദരങ്ങൾ തമ്മിൽ നല്ല സ്നേഹവും ഐക്യമൊക്കെ ഉണ്ടോ? ഇല്ല. ശരിക്കും ഇത് കത്തോലിക്ക കുടുംബങ്ങളിൽ സഹോദരി സഹോദരങ്ങൾ തമ്മിൽ നല്ല സ്നേഹവും ഐക്യമൊന്നുമില്ല. എല്ലാം വിദ്വേഷം, വെറുപ്പും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വലിയ പരസ്പരം മനസ്സുകൊണ്ട് അകൽച്ചയൊക്കെ. ശരിയല്ലേ? ചേട്ടന്മാർ തമ്മിൽ നല്ല ബന്ധമുണ്ടോ? ആങ്ങള പെങ്ങന്മാർ ബന്ധമുണ്ടോ? ഉള്ള കുടുംബങ്ങൾ വളരെ കുറവാണ്. ഭൂരിപക്ഷം കുടുംബങ്ങളിലാ ഒരു ഭിന്നതയുടെ, അസൂയുടെ, അല്ല ഒരു വല്ലാത്തൊരു അരൂപി കത്തോലിക്ക കുടുംബങ്ങളിൽ ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഉണ്ടോ? അത് കത്തോലിക്ക കുടുംബങ്ങളിൽ തന്നെയല്ല, കത്തോലിക്ക സഭയിൽ നമുക്കറിയാമല്ലോ ഓരോ കാര്യങ്ങൾ. നമുക്കൊക്കെ വിഷമമുണ്ട് കാര്യത്തിൽ. അപ്പോൾ ശരിക്കും ഒരു സ്പിരിറ്റ്, ഭിന്നതയുടെ, ഡിസ്യൂണിറ്റിയുടെ ഒരു സ്പിരിറ്റ് കത്തോലിക്ക കുടുംബങ്ങളിൽ കണ്ടമാനം പ്രവർത്തിക്കുന്നുണ്ട്. വിഭാഗ്യതയുടെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ ഒരരൂപി കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങൾ തമ്മിലൊക്കെ ഭിന്നതയിൽ അകൽച്ചൽ കാണുമ്പോൾ ആ സ്നേഹമൊക്കെ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആഴമായ ബന്ധമോ സ്നേഹമോ ഒന്നുമില്ലാതെ എത്രയോ കുടുംബങ്ങൾ കഴിഞ്ഞുകൂടുന്നു. ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ ശരിക്കും ജ്ഞാനം ഉപയോഗിക്കണം. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.